ഹലോ ഗൈസ്, ട്രിവാൻഡ്രം ടു പോണ്ടിച്ചേരി യാത്രയിലെ ഡേ 2 നമ്മൾ മധുരയിൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 91% ആയിരുന്നു ചാർജ്. നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ നേരെ തൃച്ചിയിലായിരുന്നു. നമ്മൾ ഫുൾ ഹൈവേ വഴി വീണ്ടും സഞ്ചരിച്ച് അടിപൊളി റോഡായിരുന്നു. 90, 95, 100 എന്നുള്ള രീതിയിൽ ക്രൂസ് ചെയ്ത് തന്നെ പോയി. ഇത്രയും നേരം വന്ന വഴിയിലെല്ലാം നമ്മൾ ജിയോണിൻ്റെ ചാർജറാണല്ലോ ട്രൈ ചെയ്തത്. എന്നാൽ പിന്നെ വേറൊരു കമ്പനിയുടെ ചാർജർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജിയോയുടെ BP പൾസ് എന്ന് പറഞ്ഞ ചാർജർ നമ്മൾ പ്ലഗ്ഷെയർ ആപ്പിൽ കണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. 60 കിലോവാട്ട്സ് എന്നാണ് കാണിച്ചത്, പക്ഷേ അവിടെ എന്തോ വോൾട്ടേജ് ഇഷ്യൂസ് കാരണം 15 കിലോവാട്ടിൽ ക്യാപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അധികം കൂടുതൽ സമയം അവിടെ വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്തു. 57% ആയിരുന്നു വന്നപ്പോൾ 80%ലേക്ക് ടോപ്പപ്പ് ചെയ്തു. അവിടെ നമുക്ക് ആയ എമൗണ്ട് എന്ന് പറയുമ്പോൾ 290 റുപ്പീസാണ് അവിടെ ആയ എമൗണ്ട്. അങ്ങനെ ജിയോ BP ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ടോപ്പപ്പ് ചെയ്ത് 80%ലാക്കിയിട്ട് നേരെ നമ്മൾ അടുത്ത ലക്ഷ്യമാക്കിയത് ശ്രീ ആനന്ദാസ് എന്നുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അത് വേപ്പൂർ എന്നുള്ള സ്ഥലത്താണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഓൾമോസ്റ്റ് 561 കിലോമീറ്റേഴ്സാണ് ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ളത്. അപ്പോൾ അവിടെ ജിയോൻ്റെ ഒരു 50 കിലോവാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആണ്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ആണ്. അവിടെ ചെന്നപ്പോൾ ഈ ചാർജറിൻ്റെ ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ലായിരുന്നു, പക്ഷേ ഡയറക്റ്റ് ആപ്പ് വഴി നമുക്ക് ചാർജിങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റി. അവിടെ എത്തിയപ്പോൾ 47% ആയിരുന്നു. അതിൽ നിന്ന് 100 ആക്കി. നമുക്ക് ആ എമൗണ്ട് എന്ന് പറയുമ്പോൾ 919 റുപ്പീസാണ്. നേരെ അത് കഴിഞ്ഞ് നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു. പോണ്ടിച്ചേരിയിൽ അവിടെ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് 668 കിലോമീറ്ററായി. ഇപ്പോൾ ചാർജ് ചെയ്ത 100%ൽ നിന്ന് 71%ലേക്ക് ഡ്രോപ്പായി. അന്ന് ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. ബാക്കി നൈറ്റ് എല്ലാം പോണ്ടിച്ചേരി എക്സ്പ്ലോറിംഗ് ആയിരുന്നു. ബാക്കി വീഡിയോസ് വഴിയെ കാണാം.